പുതിയ വേജിൻ്റെ ഡെഫിനേഷൻ എന്താണ്? നേരത്തെ ബേസിക് പ്ലസ് DA എന്നുള്ളതായിരുന്നു. ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ റീറ്റെയിനിങ് അലവൻസ് എന്ന് പറഞ്ഞൊരു സാധനം കൂടെ ഉണ്ട്. 1 വർഷം കഴിഞ്ഞ് അതും ഇതും കൂടെ കണക്ട് ചെയ്ത് നോക്ക്. ഈ 1 വർഷത്തിൻ്റെ ഫിക്സഡ് ടൈം എംപ്ലോയ്മെൻറ്റും ഇതും കൂടെ 1 വർഷം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് റീറ്റെയിനിങ് അലവൻസിന് അർഹതയുണ്ട്. സർവീസിൽ ഒരാൾ 1 വർഷം കംപ്ലീറ്റ് ചെയ്താൽ അയാൾക്ക് റീറ്റെയിനിങ് അലവൻസ് എംപ്ലോയർ കൊടുക്കണം. അത് മസ്റ്റാണ്. അതിൻ്റെ വേജിൻ്റെ ഡെഫിനേഷനകത്തുള്ള ഒരു കമ്പോണൻ്റാണ്. നിരസിക്കാൻ പറ്റില്ല. BA ബേസിക്കലും DA പോലെയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? റീറ്റെയിനിങ് അലവൻസ് കൊടുത്ത് ഒരു എംപ്ലോയെ നിലനിർത്തേണ്ട കാര്യം എന്താണ്? അയാളെ വേണം, ഇട്ട് കളയാൻ പറ്റില്ല, കഴിവുള്ള ആളാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഇത് കിടക്കുന്നില്ലേ, അവിടെ കിടക്കുന്നില്ലേ, അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലേ. അപ്പോൾ റീറ്റെയിനിങ് അലവൻസ് കൊടുത്ത് തന്നെ ഞങ്ങൾ എംപ്ലോയീസിനെ നിർത്തുന്നത് എന്താണ്? മറ്റാനുകൂല്യങ്ങൾ വേറെ. ഇപ്പോൾ ഈ ഫിക്സഡ് ടൈം എംപ്ലോയ്മെൻറ്റിലുള്ളവർക്കും ഈ പറഞ്ഞ വേജിൽ ഇത് കിട്ടും. 1 വർഷം നിൽക്കുമ്പോൾ ആ ആനുകൂല്യം കൂടിക്കൊണ്ടിരിക്കും, വർദ്ധിച്ചുകൊണ്ടിരിക്കും. റീറ്റെയിനിങ് അലവൻസ് വന്നുകൊണ്ടിരിക്കും ഓരോ വർഷം. പക്ഷേ ഈ കോഡിനകത്ത്, കോഡ് ഓൺ വേജസിനകത്തും കോഡ് ഓൺ ഓക്കുപേഷണൽ സേഫ്റ്റി ഹെൽത്ത് വർക്കിംഗ് കണ്ടീഷൻസ് കോഡിനകത്തും 2 ടെർമിനോളജി കോമൺ ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. നേരത്തെ ഉള്ള തൊഴിൽ നിയമങ്ങളിൽ വർക്ക്മാൻ, കോൺട്രാക്ട് ലേബർ, എംപ്ലോയി, വർക്കർ, ഇങ്ങനെ പല 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 ടേമുകൾ മാറിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷേ 4 കോഡുകൾക്കകത്ത് യൂണിഫോമായിട്ട് 2 ടെർമിനോളജിയാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് എംപ്ലോയി, മറ്റൊന്ന് വർക്കർ. എംപ്ലോയി എന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങളെ അതിനകത്ത് പുതിയതായിട്ട് വന്നിട്ടുള്ളൂ. അതിനകത്ത് മാനേജീരിയൽ ജോലി ചെയ്യുന്ന ആൾക്കാരും അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ജോലി ചെയ്യുന്ന ആൾക്കാരും അവരെയും കൂടി എംപ്ലോയിയുടെ ഡെഫിനേഷനകത്ത് ഉൾപ്പെടുത്തി. അതാണ് ഈ ഡെഫിനേഷനിൽ വന്നിരിക്കുന്ന ഭയങ്കരമായിട്ടുള്ളൊരു മാറ്റം. നേരത്തെ എംപ്ലോയിയുടെ ഡെഫിനേഷനുണ്ട്. പേയ്മെൻറ്റ് ഓഫ് വേജസ് ആക്ടിനകത്ത് 1936 ഈ ഈക്വൽ റെമ്യൂണറേഷൻ ആക്ട് അതിനകത്തുണ്ട്, മിനിമം വേജസ് ആക്ടിനകത്തുണ്ട്, എംപ്ലോയി എന്നുള്ള ഡെഫിനേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ മാനേജർ ലെവലിലുള്ളവരെ പോലും എംപ്ലോയി എന്നുള്ള ഡെഫിനേഷനിൽ കൊണ്ടുവന്നിരിക്കുന്നു. അഡ്മിനിസ്ട്രേറ്റീവ് ജോലി ചെയ്യുന്നവരെയും കൊണ്ടുവന്നിരിക്കുന്നു. പക്ഷേ അവരുടെ വേതനം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് 18,000 രൂപയാണ്. 18,000 രൂപയ്ക്ക് ഏതെങ്കിലും മാനേജർ വരുമോ? ഏതെങ്കിലും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറെ കിട്ടുമോ? എനിക്ക് തോന്നുന്നില്ല കേരളം പോലുള്ള സംസ്ഥാനത്ത് കിട്ടുമോ. ഇപ്പോൾ നോട്ടിഫിക്കേഷനും അതിൻ്റെ റീസെൻ്റായിട്ട് ഇറങ്ങി, ഗവൺമെൻറ് ഇറക്കി. 18,000 രൂപയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ആലോചിക്കേണ്ട കാര്യമാണ്, അങ്ങനെ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ എംപ്ലോയി എന്നുള്ള ഡെഫിനിഷൻ അത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. പിന്നെ ഇതിനകത്ത് വേറൊരു പുതിയ കാര്യം കൂടി വന്നിട്ടുണ്ട്. എംപ്ലോയിയുടെ ഡെഫിനിഷനകത്ത് അപ്രോപ്രിയേറ്റ് ഗവൺമെൻറ് ആരെ ചൂണ്ടിക്കാണിച്ചിട്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ്റോ സെൻട്രൽ ഗവൺമെൻറ്റോ ഇത് എംപ്ലോയി എന്ന് പറഞ്ഞാൽ അവരും എംപ്ലോയിയാണ്. അപ്രോപ്രിയേറ്റ് ഗവൺമെൻറ് ഏതെങ്കിലും ഒരു കാറ്റഗറിയെ ഒരു പർട്ടിക്കുലർ പൊസിഷനിലുള്ള ഒരാൾ എംപ്ലോയിയുടെ ഡെഫിനേഷനകത്തുള്ള ആളാണ് എന്ന് അപ്രോപ്രിയേറ്റ് ഗവൺമെൻറ് പറഞ്ഞാൽ, സംസ്ഥാന ഗവൺമെൻറ്റോ കേന്ദ്ര ഗവൺമെൻറ്റോ പറഞ്ഞാൽ അത് എംപ്ലോയി ആകും. അത് നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. കാര്യം വെച്ചാൽ ചില ആൾക്കാർ ആക്ച്വലി നിങ്ങളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വർക്കറുടെ ഇതിനകത്താണ്, വർക്കിംഗ് ജേർണലിസ്റ്റിനെ. അത് വളരെ പ്രധാനപ്പെട്ട നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഇതിനകത്ത് ഞാൻ വളരെ ആഴത്തിൽ പഠിച്ചു നോക്കിയപ്പോഴത്തേക്കാണ് ഒരിടത്തൊരു ക്ലറിക്കൽ മിസ്റ്റേക്കാണോ എന്താണോ എന്ന് എനിക്കറിയില്ല. എഡിറ്റർ എന്ന് പറഞ്ഞുള്ള ഒരു പദം ഒരിടത്ത് ഉപയോഗിച്ചിട്ട് സബ്സിക്വൻ്റായിട്ട് പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് റൈസ് ചെയ്യാം, അണ്ടർ സെക്രട്ടറിക്ക് ആ വിഷയം കൊടുക്കാം. ഞാനത് പറയാൻ വരുന്നുണ്ട്. ആ സെക്ഷൻ റൂൾ ഉൾപ്പെടെ ഞാൻ പറയാം. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അണ്ടർ സെക്രട്ടറിക്ക് പറയാം ഇത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു. നേരത്തെ ഫസ്റ്റ് ക്ലാസ്സിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, സെക്കൻഡ് ക്ലാസ് പറഞ്ഞപ്പോൾ അവിടെ എഡിറ്റർ വന്നിട്ടില്ല, എന്തുകൊണ്ട് വന്നില്ല എന്നുള്ളത് ചോദിക്കാം. അപ്പോൾ അത് എന്താണ് കാരണമല്ല. അങ്ങനെ ചില മിസ്റ്റേക്സൊക്കെ ഞങ്ങൾക്കൊരു സംഘടനയുണ്ട്, റിട്ടയർഡ് കമ്മീഷണേഴ്സും സർവിങ് കമ്മീഷണേഴ്സും. ഞങ്ങളിതെല്ലാം വളരെ ആഴത്തിൽ പല കാര്യങ്ങളും പഠിച്ച് ഗവൺമെൻറ് ശ്രദ്ധയിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മൾ ചെയ്യുന്നുണ്ട്. അത് വേറെ കാര്യം. പക്ഷേ ഇത് നിങ്ങളെ സംബന്ധിക്കുന്ന കാര്യമായതുകൊണ്ട്, നേരിട്ട് നിങ്ങളെ സംബന്ധിക്കുന്ന കാര്യമായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്കും അത് അവരുടെ മിനിസ്ട്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താം ഇങ്ങനെ ഒരു കാര്യം എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത്. വേജസിൻ്റെ കാര്യം അതൊന്ന് പറയണം. കാര്യം നമുക്ക് വേജസ് ഈ ഓക്കുപേഷണൽ സേഫ്റ്റി ഹെൽത്ത് വർക്കിംഗ് കണ്ടീഷൻ കോഡിനകത്തും കോഡ് ഓൺ വേജസിനകത്തും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഡെഫിനിഷൻ എന്തെന്ന് ഒരു ജേർണലിസ്റ്റ് അറിഞ്ഞിരിക്കണം. കാര്യം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഫിക്സഡ് ടേം എംപ്ലോയ്മെൻറ്റിൽ നിങ്ങൾ എടുക്കുകയോ കോൺട്രാക്റ്റിൽ എടുക്കുകയോ അല്ലെങ്കിൽ നേരിട്ട് തന്നെ അപ്പോയിൻ്റ് ചെയ്യുകയോ ചെയ്താലും ഈ കാര്യം വരും. അവിടെ പറയുന്നത് അത് ആക്ച്വലി ആ പ്രസൻറ്റേഷൻ ഞാൻ കൊണ്ടുവന്നിട്ടില്ല, അത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമായിരുന്നു. പക്ഷേ ഞാനത് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞ് നിങ്ങളെ വിശദീകരിക്കാം.
അതായത് ഈ വേജസ് എന്ന് പറയുന്നത് ഈ പുതിയ കോഡിനകത്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 1-2 കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അത് തൊഴിലാളിക്ക് അനുകൂലമായിട്ടുള്ളൊരു കാര്യമാണ്. തൊഴിലാളിക്ക് അനുകൂലമായിട്ടുള്ളതാണ്. നിങ്ങൾ പത്രങ്ങളിലൊക്കെ ഈ അടുത്ത കാലത്ത് കണ്ടു കാണും. HCL, TCS ഇങ്ങനെ പോലുള്ള വലിയ മൾട്ടിനാഷണൽ കമ്പനികൾക്കെല്ലാം 15 മുതൽ 20% വരെ നഷ്ടം വന്നിട്ടുണ്ട് ഈ കോഡ് ഇംപ്ലിമെൻ്റ് ചെയ്തതിന് ശേഷം. കാര്യം വേതനത്തിലുണ്ടായ വർധനവാണ്, തൊഴിലാളികൾക്കുണ്ടായ വേതനത്തിലുണ്ടായ വർധനവാണ് ഉണ്ടാകും. അതാണ് ഞാൻ വിശദമാക്കാൻ പോകുന്നത്, എങ്ങനെയാണ് ഇത് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്. തൊഴിലാളികൾക്ക് അത്ര സുഖകരമല്ലാത്തുള്ള കാര്യങ്ങളുമൊക്കെ ഉണ്ട് ഇതിനകത്ത്. പക്ഷേ തൊഴിലാളിക്ക് വളരെ പ്രയോജനകരമായ കാര്യമാണ് ഈ വേതനത്തിലുള്ള ഇത് കാര്യം. അത് ഇങ്ങനെയാണ് അതിൻ്റെ ആ ഡെഫിനിഷൻ നിങ്ങൾ പരിശോധിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ബേസിക് പ്ലസ് DA പ്ലസ് റീറ്റെയിനിങ് അലവൻസ് എന്നുള്ള 3 കാര്യങ്ങളാണ്. പക്ഷേ അതിനകത്ത് ചില കണ്ടീഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. ആ കണ്ടീഷൻസാണ് തൊഴിലാളികൾക്ക് ഗുണകരമാകുന്നത്. വേജസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ പല കമ്പനികളെന്ന് പറയുന്നത് അവർക്ക് ഈ മൾട്ടി നാഷണൽ കമ്പനികളോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തുള്ള മറ്റ് പല കമ്പനികളോ അറിയാമല്ലോ, ഇവർക്ക് ഒരു ആനുവൽ പാക്കേജാണ് ഇവരെടുക്കുന്നത്. ആനുവൽ പാക്കേജ്, അതിനകത്ത് കുറേ കാര്യങ്ങൾ വരും. അപ്പോൾ ഈ വേജിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന എക്സ്പ്ലോയിറ്റേഷൻ അതാണ്. വേജിൽ വലുതായിട്ട് കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ESI, PF അതിനുള്ള ആനുകൂല്യങ്ങളെല്ലാം അതനുസരിച്ച് കൂട്ടി കൊടുക്കണം, എമൗണ്ട് കൂടും. പെർസെൻറ്റേജിന് മാറ്റമില്ല, പക്ഷേ എമൗണ്ട് കൂടുമല്ലോ. അപ്പോൾ അതനുസരിച്ച് വ്യത്യാസമാണ്. അപ്പോൾ ബേസിക് വളരെ കുറച്ച് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് കുറയ്ക്കാം, മറ്റ് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതും കുറയ്ക്കാം എന്നുള്ളതാണ്. അതിനെ പിടുത്തമിടുന്ന ഒരു പ്രൊവിഷനാണ് ഈ കോഡിനകത്ത് വന്നിരിക്കുന്നത്. അതായത് അലവൻസസ് എടുക്കുമ്പോൾ നമ്മുടെ ബേസിക് പ്ലസ് DAയുടെ ഈ വേതനത്തിൻ്റെ വേജസിൻ്റെ മൊത്തത്തിലുള്ള വേജസിൻ്റെ 50% മുകളിലാകാൻ പാടില്ല. 50% മുകളിലായാൽ അത് എത്രയുണ്ടോ ആ എമൗണ്ട് വേജസ് ആയിട്ട് പരിഗണിക്കും, അതിലോട്ട് ആഡ് ചെയ്യും. മനസ്സിലായോ പറഞ്ഞത് എന്താണെന്ന്? അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാളുടെ ശമ്പളം ബേസിക് പ്ലസ് DA 18,000 രൂപയാണ്. ഇപ്പോൾ ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്തിരിക്കുന്നതാണ് 18,000 രൂപയാണ്. അലവൻസുകൾ അവർ കാണിച്ചിരിക്കുന്നത് 19,900 രൂപയാണ്. അപ്പോൾ അലവൻസുകളും ബേസിക് പ്ലസ് DA തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 1,900 രൂപയുടെ ഡിഫറൻസ് ഉണ്ട്. അങ്ങനെ വന്നാൽ ആ 1,900 രൂപ ബേസിക്കിൻ്റെ കൂടെ ചേർക്കും, ബേസിക്കിന് അതിൻ്റെ കൂടെയും ചേർക്കും. അവിടെ നിന്ന് എടുത്തുക മാറ്റും, ഓട്ടോമാറ്റിക്കായിട്ട് അത് മാറും. അതാണ് ഇപ്പോൾ ഈ HCL, TCS പോലുള്ള കമ്പനികൾ സംഭവിച്ചതെന്നാണ് അവർ പറയുന്നത്. മീഡിയ പത്രവാർത്തകൾ കണ്ടാണ് ഞാൻ പറയുന്നത്, എനിക്കത് നേരിട്ട് അറിയത്തില്ല. പത്രവാർത്തകളിലൊക്കെ പറഞ്ഞിരിക്കുന്നത് ഇവർക്ക് ഭയങ്കര നഷ്ടമാണ്, ഈ വർധനവുകൾ ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നു. കാര്യം ഈ ഒരു ക്ലാസ് വന്നതുകൊണ്ട് അലവൻസിൽ കൂടുതൽ കാണിച്ച് ഇത് ചെയ്യാൻ പറ്റുന്നില്ല. ബേസിക് പ്ലസ് DA പ്ലസ് റീറ്റെയിനിങ് അലവൻസ്, പിന്നെ ഈ പറയുന്ന അലവൻസ് 50% മുകളിലായി കഴിഞ്ഞാൽ ആ 50% ബാക്കി അതിന് ശേഷമുള്ളത് എടുത്ത് ഇതിനകത്ത് ചേർക്കും. ഇങ്ങനൊരു ക്ലാസ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതുപോലെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള മറ്റൊരു പ്രൊവിഷൻ, ഇതൊന്നും ആക്ച്വലി ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് എംഫസിസ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ച് സ്ത്രീകൾക്ക് പല കാര്യങ്ങളും ഇതിനകത്ത് ആനുകൂല്യമുണ്ട്. നേരത്തെ ഒരു കാര്യം ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഈ ഇതിനകത്തുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഈക്വൽ വേജസ്, പുരുഷനും സ്ത്രീക്കും സെയിം ആൻഡ് സിമിലർ ടൈപ്പ് ഓഫ് എംപ്ലോയ്മെൻറ്റിന് ഈക്വൽ വേജസ് എന്നുള്ള കാര്യം കൊടുക്കണം എന്നുള്ളത് അറിയാം. അത് കോഡിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നേരത്തെ ഈക്വൽ റെമ്യൂണറേഷൻ ആക്ട് ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് അതുപോലെ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ അങ്ങനെയുള്ള കാര്യം പരിഗണിക്കുമ്പോൾ കൺവെയൻസ് അലവൻസ്, ഹൗസ് റെൻ്റ് അലവൻസ്, പിന്നെ എന്താണ് ഓവർ ടൈം അലവൻസ്, പിന്നെ എനി റെമ്യൂണറേഷൻ പേയബിൾ അണ്ടർ എനി സെറ്റിൽമെൻറ്റ് ഓർ അവാർഡ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി എടുത്ത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം സ്ത്രീകളുടേത് പരിഗണിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ശമ്പളം കൂടും. ഈ കാര്യങ്ങളും കൂടെ എടുക്കണം എന്നൊരു വ്യവസ്ഥ കൊണ്ടുവന്നിട്ടുണ്ട് കോഡ് ഓൺ വേജസിനകത്ത്. ഇപ്പം ജസ്റ്റ് അതൊന്ന് ഓർത്തിരുന്നാൽ മതി, സമയം കിട്ടുമ്പോൾ നിങ്ങളൊന്ന് വായിച്ചു നോക്ക്. അതൊരു വളരെ നല്ല പ്രൊവിഷനാണ്. അത് സ്ത്രീകൾക്ക് ഗുണകരമായിട്ടുള്ള ഒരു പ്രൊവിഷനായേ വരത്തുള്ളൂ. ദെൻ ഇനി നമ്മൾ നമ്മുടെ ആക്ച്വൽ ഇതിലേക്ക് വരികയാണ്, വർക്കർ എന്നുള്ള ഡെഫിനേഷൻ. അതിനകത്താണ് ജേർണലിസ്റ്റിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വർക്കറുടെ ഡെഫിനേഷനകത്ത് വർക്കറുടെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 2Z ആണ്, സ്മോൾ z, കോഡ് ഓൺ വേജസിനകത്ത്. എനി പേഴ്സൺ എക്സെപ്റ്റ് ആൻ അപ്രൻറ്റീസ് ആസ് ഐഡൻറ്റിഫൈഡ് അണ്ടർ ക്ലാസ് A ഓഫ് സെക്ഷൻ 2 ഓഫ് ദി അപ്രൻറ്റീസ് ആക്ട്. ആക്ച്വലി
ഈ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന തൊഴിൽ നിയമങ്ങളിലെല്ലാം ഞാൻ തന്നെ ഒരുപാട് കേസുകളിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. അപ്രൻറ്റീസ് എന്നുള്ളത് വർക്കറായിട്ട് തന്നെയാണ് നമ്മൾ എടുത്തിരുന്നത്, തൊഴിലാളിയായിട്ട് തന്നെയാണ് എടുത്തിരുന്നത്. പക്ഷേ ഈ 4 കോഡുകളിലും അത് എടുത്തു കളഞ്ഞു, അപ്രൻറ്റീസിനെ മൊത്തത്തിൽ എടുത്തു കളഞ്ഞു. അതിന് കാരണമായിട്ടൊക്കെ പറയുന്നത്, നേരത്തെയൊക്കെ അപ്രൻറ്റീസ്ഷിപ്പ് ആക്ട് പ്രകാരം കൊടുക്കുന്ന വേതനം എന്ന് പറയുന്നത് 3000-4000 ആണ്. ഇപ്പോൾ ഏതാണ്ട് 16,000 റുപ്പീസ് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് അത് എടുത്ത് കളഞ്ഞെന്ന് പറഞ്ഞത്. അതെന്തായാലും ശരി, അതിപ്പോൾ ഇല്ല. അപ്രൻറ്റീസ്ഷിപ്പ് ആക്ട് പ്രകാരമുള്ള അപ്രൻറ്റീസ് ഒന്നും ഇപ്പോൾ വർക്കറുടെ ഡെഫിനേഷനകത്ത് പെടത്തില്ല. പിന്നെ ആരാണ് വരുന്നത്? എംപ്ലോയിഡ് ഇൻ എനി ഇൻഡസ്ട്രി ടു ഡു എനി മാനുവൽ, അൺസ്കിൽഡ്, സ്കിൽഡ്, ടെക്നിക്കൽ, ഓപ്പറേഷണൽ, ക്ലറിക്കൽ, സൂപ്പർവൈസറി വർക്ക് for hire or reward, whether the terms of employment be express or implied, and includes, there comes നിങ്ങളുടെ working journalists as defined in class F of section 2 of working journalists and other newspaper employees, conditions of service and miscellaneous provisions act 1955, act 45 of 1955. നിങ്ങൾ ആക്ട് പഠിക്കുമ്പോൾ എനിക്കറിയില്ല, നിങ്ങളൊക്കെ ലോ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരും ഇതിനകത്ത് ഉണ്ടാകാം. ഈ ഞങ്ങളെ സംബന്ധിച്ചുള്ള, ഞാൻ പ്രോസിക്യൂട്ടറൊക്കെ ആയതുകൊണ്ട് വർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് പറയുകയാണ്, ഈ ഏതൊരു ആക്ടിൻ്റെയും ഒരു നമ്പർ ഉണ്ടായിരിക്കും. ആ നമ്പറിന് വളരെ പ്രാധാന്യമുണ്ട്. ആ നമ്പർ വെച്ചാണ് കോടതികളിലൊക്കെ പോയാൽ, ഹൈക്കോടതിയിലായാലും മറ്റ് കീഴ്ക്കോടതികളിലായാലും നമ്മൾ ആക്ടിൻ്റെ പേരെന്ന് പറഞ്ഞാൽ മജിസ്ട്രേറ്റോ ജഡ്ജോ ഒന്നും സമ്മതിക്കത്തില്ല. ആ നമ്പർ അങ്ങോട്ട് പറയാൻ പറയും. വാട്ട് ഈസ് ദാറ്റ് നമ്പർ? അത് പറയാൻ പറയും. അത് വളരെ നിയമപരമായി എഴുതിയിരിക്കണമെന്നാണ്. നിയമപരമായി അതിന് വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ വർക്കിംഗ് ജേർണലിസ്റ്റ് ആൻഡ് ന്യൂസ് പേപ്പർ എംപ്ലോയീസ് ആക്ട് 1955 45 ആണ്. അപ്പോൾ അത് പ്രകാരം വർക്കറുടെ ഡെഫിനേഷനകത്ത് 2Z വർക്കിംഗ് ജേർണലിസ്റ്റിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അത് വളരെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, നന്നായി പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നും വലിയ ഒരു ആക്ഷേപം പറയാനൊന്നുമില്ല. പിന്നെ ഈ വർക്കിംഗ് ജേർണലിസ്റ്റ് ഡിസ്മിസ്ഡായിട്ട് പോയിട്ടുള്ളവർ, ഡിസ്ചാർജഡായി പോയിട്ടുള്ളവർ, റിട്ടൻഡായിട്ട് പോയിട്ടുള്ളവർ, അതായത് ജോലിയിലില്ലാതെ മാറി നിൽക്കുന്നവർ, ഈ പറഞ്ഞ രീതിയിൽ അവർക്കും ഈ പരിഗണന കിട്ടും. എന്താണ്? വർക്കർ എന്നുള്ള പരിഗണന. കാര്യം വെച്ചാൽ അങ്ങനെ ആരെങ്കിലും പുറത്തായി കഴിഞ്ഞാൽ, എംപ്ലോയർ ആരെങ്കിലും പിടിച്ച് പുറത്താക്കുകയോ വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കേസ് റേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഡിസ്പ്യൂട്ട് റേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഡെഫിനേഷനകത്ത് വന്നാലേ പറ്റുള്ളൂ. സെർവിങ് എംപ്ലോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തീർന്നില്ലേ, പുറത്ത് പോയവർക്ക് കേസ് റേസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇവരെയും കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇങ്ങനെ റിട്രെഞ്ച്ഡ്, ഡിസ്മിസ്ഡ്, ടെർമിനേറ്റഡ് എംപ്ലോയീസ് ഓൾസോ, വർക്കേഴ്സ് ഓൾസോ വിൽ കം വിത്തിൻ ദ ഡെഫിനേഷൻ ഓഫ് ദിസ്. ഇനി നോർമൽ ഫിക്സിങ് ഓഫ് നോർമൽ വർക്കിംഗ് അവേഴ്സ്. ഈ നോർമൽ വർക്കിംഗ് അവേഴ്സ് എന്ന് പേയ്മെൻറ്റ് കോഡ് ഓൺ വേജസിനകത്ത് പറഞ്ഞിട്ടുണ്ട്. പേയ്മെൻറ്റ് വേജസിനകത്ത് ഉണ്ടായിരുന്ന ഒരു പ്രധാന കാര്യമാണ്. അത് ഇവിടെ കോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്കത് ബാധകമല്ല. കാര്യം വർക്കിംഗ് ജേർണലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വർക്കിംഗ് അവേഴ്സ് വ്യത്യാസമുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി നേരിട്ടുള്ള റൂളിൽ ഞാൻ പറയുന്നതായിരിക്കും. ഇതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ഒരു കാര്യം, ഒരു പുതിയ കോൺസെപ്റ്റ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതൊന്നും ഞാൻ പറഞ്ഞേക്കാം. കാര്യം നിങ്ങളത് മനസ്സിൽ വെച്ചിരിക്കുന്നത് നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. എംപ്ലോയീസ് ഹൂസ് എംപ്ലോയ്മെൻറ്റ് ഈസ് എസൻഷ്യലി ഇൻ്റർമിറ്റൻറ്റ് എന്ന് പറഞ്ഞൊരു പുതിയ കോൺസെപ്റ്റ് ഈ കോഡിനകത്ത് വന്നിട്ടുണ്ട്. എംപ്ലോയീസ് ഹൂസ് എംപ്ലോയ്മെൻറ്റ് ഈസ് എസൻഷ്യലി ഇൻ്റർമിറ്റൻറ്റ്. എന്താണ് ഈ സാധനം? എസൻഷ്യലി ഇൻ്റർമിറ്റൻറ്റ് റെയിൽവേയിലുള്ള ഒരു രീതിയാണ്. റെയിൽവേയിൽ തന്നെ അതിശക്തമായ എതിർപ്പുകൾ യൂണിയൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായി. മിക്കയിടത്തൊക്കെ ഈ എസൻഷ്യലി ഇൻ്റർമിറ്റൻ്റ് ഒന്നും ഇല്ല. ഉണ്ട്, ഇപ്പോഴും നടക്കുന്നുണ്ട്, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ വളരെ കുറഞ്ഞ, ഞങ്ങളെപ്പോലുള്ള ഉദ്യോഗസ്ഥരൊക്കെ പോയി ജോബ് അനാലിസിസ് ഒക്കെ നടത്തി പഠിപ്പിച്ച് മാനേജ്മെൻറ്റിന് അഡ്വൈസ് ചെയ്ത് ജസ്റ്റിഫിക്കേഷൻ വാങ്ങിച്ചു കൊടുത്തത് മാറ്റിയിട്ടുണ്ട്. അതായത് പീരിയഡ് ഓഫ് ആക്ഷൻ ആൻഡ് പീരിയഡ് ഓഫ് ഇനാക്ഷൻ എന്ന് പറഞ്ഞ രണ്ട് കാര്യമുണ്ട്. നിങ്ങളുടെയിലും അങ്ങനെ ഉണ്ട്. ഞാൻ നിങ്ങൾ ആ വിഷയത്തിലേക്ക് വരുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട് നേരത്തെ അടുത്തത് പറയുമ്പോൾ. പീരിയഡ് ഓഫ് ആക്ഷൻ ആൻഡ് പീരിയഡ് ഓഫ് ഇനാക്ഷൻ. നിങ്ങൾ ശാരീരികവും മാനസികവുമായി നിങ്ങളുടെ ആക്ഷൻ ആവശ്യമില്ല, ഇപ്പോൾ നിങ്ങൾക്ക് വെറുതെ ഇരിക്കാം. ആ പീരിയഡും നിങ്ങൾ സ്ഥലത്തുണ്ടായിരിക്കണം, സ്ഥാപനത്തിലുണ്ടായിരിക്കണം, ജോലി സ്ഥലത്തുണ്ടായിരിക്കണം, വിട്ടുപോകാൻ പാടില്ല. അപ്പോൾ നിങ്ങളുടെ വർക്കിംഗ് അവേഴ്സ് 12 മണിക്കൂറാവും, 8 മണിക്കൂറല്ല. പക്ഷേ എസൻഷ്യലി ഇൻ്റർമിറ്റൻ്റ് റെയിൽവേയിലുള്ള സംവിധാനം അനുസരിച്ച് ഈ പീരിയഡ് ഓഫ് ആക്ഷൻ 6 മണിക്കൂറിൽ കൂടുതലായാൽ
അവരെ 8 മണിക്കൂർ കണ്ടിന്യൂസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി, അതാണ് 8 മണിക്കൂറുള്ളത്, അവരുടെ ഇതിൽ കൊണ്ടുവന്ന് അവരെ മാറ്റാം എന്നൊരു സംവിധാനം അവിടെ ഉണ്ട്. പക്ഷേ പലപ്പോഴും ഞങ്ങളത് സ്റ്റഡി ചെയ്യുമ്പോൾ വരത്തില്ല. 5 മണിക്കൂർ 50 മിനിറ്റ്, 5 മണിക്കൂർ 55 മിനിറ്റ് ഒക്കെ വരും. 6 മണിക്കൂർ വരത്തില്ല. 6 മണിക്കൂറിന് മുകളിൽ വരണം. 6 മണിക്കൂറല്ല, 6 മണിക്കൂറിന് മുകളിൽ വരണം. എന്നാൽ മാത്രമേ ഇത് കിട്ടത്തുള്ളൂ. പിന്നെ വേറൊരു കാര്യവും കൂടെ പറഞ്ഞിട്ടുണ്ട്. അതും ജേർണലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം, ജേർണലിസ്റ്റ് മാത്രമല്ല, ഓഡിയോ വിഷ്വൽ വർക്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. എംപ്ലോയീസ് എൻഗേജ്ഡ് ഇൻ എനി വർക്ക് വിച്ച് ഫോർ ടെക്നിക്കൽ റീസൺസ് ഹാസ് ടു ബി കംപ്ലീറ്റഡ് ബിഫോർ ദ ഡ്യൂട്ടി ഈസ് ഓവർ. നിങ്ങളുടെ അതിനകത്ത് ഒരിടത്ത് പറഞ്ഞിരിക്കുന്നത് വൺസ് യു സ്റ്റാർട്ടഡ് ഡൂയിങ് യുവർ വർക്ക് ടിൽ ഇറ്റ് ഈസ് ഓവർ. കറസ്പോണ്ടൻസ്, എഡിറ്റേഴ്സ്, മറ്റുള്ളവർക്ക് അങ്ങനെ ഒരു കണ്ടീഷനാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഓവർ ആകുന്നത് വരെ നിങ്ങളത് ചെയ്യണം. അത് നിങ്ങളുടെ കണ്ടിന്യൂസ് ആയിരിക്കും. ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ബ്രേക്ക് വരാം. അത് 2 മണിക്കൂറിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ ആ പീരീഡ് ഓഫ് ആക്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യും, അല്ലെങ്കിൽ കൺസിഡർ ചെയ്യില്ലെന്നാണ് നിങ്ങളുടെ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഞാനത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, അതിനകത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ എസെൻഷ്യലി ഇൻ്റർമിറ്റൻ്റ് ആണോ അല്ലയോ എന്ന് ആരാണ് പറയേണ്ടത്? ഒരാളുടെ ഡ്യൂട്ടി എസെൻഷ്യലി ഇൻ്റർമിറ്റൻ്റ് ആണോ അല്ലയോ എന്ന് പറയേണ്ട ആരാണ്? എന്ന് വെച്ചാൽ 12 മണിക്കൂറാണോ 8 മണിക്കൂറാണോ എന്ന് ആരാ പറയേണ്ട? അപ്രോപ്രിയേറ്റ് ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ് ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ്. അവർ പറഞ്ഞ് പഠിച്ചിട്ട് അവർ നോട്ടിഫിക്കേഷൻ ഇത് എസെൻഷ്യലി ഇൻ്റർമിറ്റൻ്റ് ആണ് എങ്കിൽ 12 മണിക്കൂർ ചെയ്യേണ്ടി വരും. പിന്നെ ബോണസ്, എലിജിബിലിറ്റി ഫോർ ബോണസ്, സെക്ഷൻ 26 ഓഫ് ദി കോഡ് ഓൺ വേജസ്. ഇപ്പോൾ നമ്മൾ കോഡ് ഓൺ വേജസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, മറ്റേതിലേക്ക് കടന്നിട്ടില്ല. അതിൽ ഉടനെ കിടക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ബോണസിന് എന്താണ് നിങ്ങൾക്ക് എലിജിബിലിറ്റി? ബോണസ് 8.33% ഓഫ് ബോണസ്, മിനിമം ബോണസ് എല്ലാവർക്കും അർഹതയുണ്ട്. ഇഫ് എനിബഡി ഹാസ് കംപ്ലീറ്റഡ് 30 days വർക്ക് ഇൻ എ ഇയർ, 30 ദിവസം എങ്കിലും മിനിമം, ഒരു വർഷം ജോലി ചെയ്ത ഒരാളിന് മിനിമം ബോണസിന് അർഹതയുണ്ട്. മിനിമം ബോണസ് ഓർ 100 rupees വെച്ചവർ. ഇത് നേരത്തെ പേയ്മെൻ്റ് ബോണസിനകത്ത് ഉണ്ടായിരുന്ന കാര്യമാണ്, 1965 ഉണ്ടായിരുന്ന കാര്യം. അത് അതുപോലെ തന്നെ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. കോഡിനകത്ത് മാറ്റമൊന്നുമില്ല. പക്ഷേ ഇതിനകത്ത് ഡിസ്ക്വാളിഫിക്കേഷൻ ഫോർ ബോണസ് ഒരു കാര്യം കൊണ്ടുവന്നിട്ടുണ്ട് പുതുതായിട്ട്. സെക്ഷൽ ഹറാസ്മെൻറ്റ് ഓഫ് വിമൻ അറ്റ് വർക്ക് പ്ലേസ് എന്ന് പറഞ്ഞാൽ പോഷ് ആക്ട് പ്രകാരം ആരെങ്കിലും കൺവിക്റ്റഡ് ആയി കഴിഞ്ഞാൽ അവർക്ക് ബോണസ് കിട്ടില്ല, ഡിസ്ക്വാളിഫിക്കേഷൻ ആയിപ്പോൾ. അവിടെ ബോണസ് എംപ്ലോയർ റദ്ദ് ചെയ്യും.